പുതിയ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ അഗ്നി-6 പരീക്ഷണത്തിനായി തന്നെ ഒരുങ്ങിക്കഴിഞ്ഞു. ഒഡീഷയിലെ ബാലാസോർ ജില്ലയിലുള്ള DRDOയുടെ സംയോജിത പരീക്ഷണ മേഖലയായ ചന്ദിപ്പൂർ ITRൽ ഇതിനായുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചതായിട്ടാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇതിന്റെ ഭാഗമായി വൻ മുന്നൊരുക്കങ്ങളാണ് അവിടെ നടക്കുന്നത്. ഏകദേശം 3.5 കിലോമീറ്റർ വരുന്ന ദൂരപരിധിയിലുള്ള ജനങ്ങളെയും അതുപോലെ തന്നെ വളർത്തു മൃഗങ്ങളെയും അവിടെ നിന്നും മാറ്റിപ്പാർപ്പിച്ചു എന്നതാണ് വിവരം. വൻ സുരക്ഷാ സന്നാഹങ്ങളാണ് ഇവിടെ ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. വലിയ സ്ഫോടനത്തിനുള്ള സാധ്യത ഉള്ളതിനാലാണ് ഇത്തരം ഒരു മുൻകരുതൽ ഇവിടെ കൈക്കൊണ്ടിരിക്കുന്നതും. അടുത്തിടെ തന്നെ നടന്ന പ്രതിരോധ ഉച്ചകോടിയിൽ DRDO ചെയർമാനായ സമീർ വി ആകട്ടെ അദ്ദേഹം ഈ അഗ്നി-6 മിസൈൽ പദ്ധതിയെ കുറിച്ച് സുപ്രധാന ചില വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും പരീക്ഷണത്തിനായുള്ള പച്ചക്കൊടി ലഭിക്കുന്ന നിമിഷം തന്നെ മിസൈലുമായി മുന്നോട്ട് പോകാൻ രാജ്യം പൂർണ്ണ സജ്ജമാണ് എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ശത്രു രാജ്യങ്ങളുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളായ ചൈനയുടെ HQ-19, അമേരിക്കയുടെ താഡ്, റഷ്യയുടെ S-500 എന്നിവയുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് മുന്നേറാൻ ഇതിന് സാധിക്കുമെന്നും റഡാറുകളിൽ പെടാതെ തന്നെ പ്രത്യേക ഒരു കോട്ടിംഗ് ഇതിലുണ്ട് എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ 8,000 മുതൽ 12,000 കിലോമീറ്ററിലധികം വരുന്ന ദൂരപരിധിയുള്ള ഈ മിസൈൽ തദ്ദേശീയമായി തന്നെ നിർമ്മിച്ച സബ്മറൈനുകളിൽ നിന്നും കരയിൽ നിന്നും ഒരേപോലെ തന്നെ തൊടുക്കാൻ സാധിക്കുന്നവയാണ്. സുരക്ഷാ പ്രോട്ടോകോളിന്റെ ഭാഗമായി തന്നെ ബാലാസോർ, ഭദ്രക്, അതേപോലെ കേന്ദ്രപാത ആ ഒരു തീരങ്ങളിലെ മത്സ്യത്തൊഴിലാളികളോട് ഇപ്പോൾ കടലിൽ പോകരുത് എന്ന കർശന നിർദ്ദേശം കൂടിയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഈ ജനവാസ മേഖലയിൽ നിന്നും മാറ്റി പാർപ്പിച്ചിരിക്കുന്നത് ഈ ജനങ്ങളെ എല്ലാം തന്നെ ഒരു ക്യാമ്പിലേക്കാണ് മാറ്റി പാർപ്പിച്ചിരിക്കുന്നതും. അതേസമയം DRDO, പ്രതിരോധ മന്ത്രാലയമോ ജില്ലാ ഭരണകൂടമോ ഇതുവരെയും ഇത് അഗ്നി-6 പരീക്ഷണമാണ് എന്ന് ഔദ്യോഗികമായി തന്നെ പ്രതികരിച്ചിട്ടില്ല. എന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ മാറ്റി പാർപ്പിക്കുകയെന്നത് വഴി അഗ്നി-6 അതീവ അപകടകാരിയാകുന്നത് എന്ന ചോദ്യം അടക്കം ഉയരുന്നുണ്ട്. ഇന്ത്യയുടെ പക്കലുള്ള അഗ്നി-5 മിസൈലിനേക്കാൾ വിപുലമേറിയതും എന്നാൽ അത്യാധുനിക കമ്പോസിറ്റ് മെറ്റീരിയലുകൾ ഉപയോഗിച്ചതിനാൽ തന്നെ ഭാരം കുറഞ്ഞതുമാകും പുതിയ 4 ഘട്ട മിസൈലായ അഗ്നി-6 എന്നതാണ് മറ്റൊരു വെളിപ്പെടുത്തൽ. ഒരേ സമയം 10-ലധികം ആണവ യുദ്ധമുനകൾ വ്യത്യസ്ത ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് ഒരേ സമയം തൊടുത്തുവിടാൻ കഴിയുന്ന ഒരു MIRV, MARV സാങ്കേതിക വിദ്യകളും ഇതിന്റെ ഒരു കരുത്തായി തന്നെ പറയുന്നുണ്ട്. ആണവ ആക്രമണം ഉണ്ടായാൽ ശത്രുവിന് ചിന്തിക്കാൻ പോലും ആകാത്ത വേഗതയിൽ തിരിച്ചടി നൽകുക എന്നതാണ് ഈ ഒരു സാങ്കേതിക വിദ്യയുടെ പ്രധാന ലക്ഷ്യം എന്നതും വ്യക്തമാക്കുന്നുണ്ട്. നിലവിൽ അമേരിക്ക, റഷ്യ, ചൈന, വടക്കൻ കൊറിയ എന്നീ 4 രാജ്യങ്ങൾക്ക് മാത്രമാണ് 12,000 കിലോമീറ്ററിന് മുകളിൽ ദൂരപരിധിയുള്ള ഭൂഖണ്ഡാന്തര മിസൈൽ ശേഷിയുള്ളത്. ഫ്രാൻസും ബ്രിട്ടനും അന്തർവാഹിനികളിൽ നിന്നും മിസൈലുകൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. അഗ്നി-6 പൂർണ്ണതോതിൽ സജ്ജമാക്കുന്നതോടുകൂടി തന്നെ അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകത്തെ ഏതൊരു വൻ ശക്തി രാജ്യവും ഇന്ത്യയുടെ മിസൈൽ പരിധിയിലേക്ക് എത്തും എന്നതാണ്. പ്രതിരോധ രംഗത്ത് വൻ ശക്തി രാജ്യങ്ങളുടെ കുത്തക തകർത്തുകൊണ്ട് ഇന്ത്യ പുതിയൊരു യുഗത്തിലേക്ക് ചുവട് വെക്കുമെന്നും ഒഡീഷയിലെ ഈ അടിയന്തര പ്രതിരോധ നീക്കങ്ങൾ അത് വീക്ഷിക്കുന്നവർ പങ്കുവെക്കുന്നുണ്ട്. DRDO, പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക പ്രസ്താവനയ്ക്ക് ഇവിടെ കാത്തിരിക്കുകയാണ് രാജ്യം. അതുപോലെ ടെസ്റ്റ് നടത്താൻ സാങ്കേതിക വിശദാംശങ്ങൾ ഉൾപ്പെടെയുള്ള ഔദ്യോഗിക അറിയിപ്പുകൾ ഉണ്ടാകുമെന്നും സൂചിപ്പിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.